ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദാ ചെടികളുടെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. ഇന്ന് കിച്ചണിൽ എനിക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ ചെടി ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ബോഗൺവില്ലാസ് നമ്മൾ മുന്നേ നട്ടു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കണമെന്ന് കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെടിയുടെ അടുത്തേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലായിട്ടുണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ചെയ്യണം. വൈകുന്നേരം ട്യൂഷനുള്ളതുകൊണ്ട് എനിക്ക് പറ്റാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ചെടിയുടെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇത് നമ്മൾ മുന്നേ നട്ടുവെച്ച ബോഗൺവില്ലാസാണ്. ഞാൻ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ബോഗൺവില്ലാസ് ഇടയ്ക്ക് വളർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ 1-2 ചട്ടിയിൽ വെച്ചപ്പോൾ നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ചൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് കിടക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പുല്ല് പിടിച്ചാൽ പോലും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മളെക്കാളും കുറച്ച് ഹൈറ്റിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇറക്കിയപ്പോഴാണ് ഇതിൽ ഇത്രയും പുല്ലുണ്ടെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ ദാ പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് 1-2 കമ്പുകൾ ഞാൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോഗൺവില്ലാസ് ഒരു 3-4 എണ്ണമൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം മാത്രമാണ് കേട്ടോ പിടിച്ച് കിട്ടിയത്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലാവശ്യത്തിനുള്ള വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു ബോഗൺവില്ല നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുരടിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാണ്ട് 1-2 ബോഗൺവില്ലാസ് ഞാൻ കട്ട് ചെയ്തത് നട്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ എല്ലാം ഒരേ കളർ തന്നെയാണ് നട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ കളറൊന്നും നോക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് വളർന്നു നിൽക്കുന്ന ബോഗൺവില്ലാസിൻ്റെ കമ്പുകൾ എടുത്ത് നേരെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് നട്ടു കൊടുക്കുകയാണ്. സാധാരണ രീതിയിൽ എല്ലാം ഒന്നും നമുക്ക് പിടിച്ച് കിട്ടില്ലല്ലോ. ഒരു 5 എണ്ണമൊക്കെ നടുമ്പോൾ അതിലൊരു 3 എണ്ണമൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ അത് അതേപോലെ കിളിർത്ത് വന്നേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 1-2 കൊമ്പും കൂടി അഡീഷണൽ നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ബോഗൺവില്ല നോക്കിയാൽ വന്നേക്കുന്നത് തന്നെ ഫ്ലവർ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ ഒരു ചട്ടിയിൽ നട്ടുകൊടുത്ത് എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള കുറച്ച് പുല്ലുകളൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടി ഫ്ലോപ്പായി പോയിട്ടോ. കാരണം ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത് വേഗം നമ്മുടെ പപ്പടം കുത്തി ഉണ്ടല്ലോ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുത്തിയൊക്കെ നോക്കി, പിന്നെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കി. പക്ഷേ വെള്ളം പോകുന്നില്ല കേട്ടോ. ലാസ്റ്റ് പിന്നെ ആ ചട്ടി ഞാൻ മാറ്റിയിട്ട് അതിൽ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മണ്ണുകളൊക്കെ നിറച്ചോട്ടോ. നമുക്കിവിടെ മണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മണ്ണൊക്കെ ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു വീടോട് കൂടിയൊരു നഴ്സറി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് മണ്ണൊക്കെ വാങ്ങിക്കും. ആവശ്യത്തിനുള്ള ചെടികളൊക്കെ ഈ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ബോഗൺവില്ലാസൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവിനാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ചട്ടിയിൽ ഞാൻ എന്താ ഈ ഒരു ബ്ലൂ കളറിലെ ഒരു വയലറ്റ് കളറിലെ പ്ലാന്റ് ആണ് കേട്ടോ നട്ടു വെച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ. അതൊന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നനച്ചിട്ടുണ്ട് കേട്ടോ. നനച്ചതിന് ശേഷം ഞാൻ ദാ ആ സിറ്റൗട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ കിച്ചണിലേക്ക് കയറാണ്. ഫുഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയ്ക്ക് പിന്നെ അധികം സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ആയിക്കോളും. അതുകൊണ്ട് കൂടി തന്നെയാണ് രാവിലെ ചെടിയുടെ പുറകെ ഇരുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് നെയ്യൊക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഉച്ചക്കത്തേക്ക് ബീൻസ് തോരനും പിന്നെ ദാ ചെമ്മീൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ചെമ്മീൻ ആകെ കൊളായിട്ട് പോയിട്ട്, അതുകൊണ്ടാണ് ഞാനൊരു പാത്രത്തിലേക്ക് മാറിയത്. അതായത് ചെറുതായിട്ട് സവാളയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയത് ആ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് നന്നാക്കാനുള്ള മീനാണ് കേട്ടോ. ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. ചെമ്പല്ലിയാണ്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഹിലിന് സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അവനുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദാ ചോറൊക്കെ എടുത്തിട്ട് ആഹിലിന്
കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, 9 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ മീനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാൻ പോകട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, എരിവും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഒരബദ്ധം മനസ്സിലായത് കേട്ടോ. ഈ ചെമ്പല്ലി എന്ന് പറയുന്നത് തൊലി പൊളിക്കുന്ന മീനാണല്ലോ, അത്യാവശ്യം വലിയ മീനുമാണ്. അപ്പോൾ ഇത് തൊലി പൊളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അതിൻ്റെ ഫ്ലഷും കൂടി കയ്യിലേക്ക് പോരായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഫ്രീസറിൽ വെച്ചിട്ടായിരുന്നു തൊലി പൊളിക്കേണ്ടിയിരുന്നതെന്ന്. നമ്മൾ സാധാരണ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കട്ട് ചെയ്താണ് വാങ്ങിക്കാറ്. ഇതേപോലെ 1-2 വട്ടം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അന്നേരം ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിച്ചാണ്ട് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കുന്നതെന്ന്, ഫ്രീസറിൽ വെച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാനിത് മറന്നു പോയായിരുന്നു. അതാണ് നേരെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ആലിമിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അംഗനവാടിയിൽ കൊണ്ടുപോയി ആക്കി കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ ഒരു 10:15 ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു മീൻ തൊലി പൊളിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൊലി പൊളിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും കുറച്ച് പണിയായിരുന്നു കേട്ടോ. ഇത്തിരി കട്ടിയാണിത് തൊലി പൊളിച്ച് കിട്ടാനായിട്ട്. നമ്മളങ്ങനെ സ്ഥിരം ചെയ്യുന്ന ജോലിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ കട്ട് ചെയ്ത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 പീസ് വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് കഴുകി വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മീൻകറി റെഡി ആവുന്നുണ്ട് കേട്ടോ അവിടെ. ഇതാ ഇപ്പം മീൻകറി സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ മുളക് ചാറാണ് വെച്ചേക്കുന്നത്. ഇപ്പുറത്താ മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. മീൻകറിയും ബീൻസ് തോരനും മീൻ വറുത്തതും ചെമ്മീനും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞു. ഇതൊരു ഈവനിങ് ടൈമാണ് കേട്ടോ. സന്ധ്യ ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനോർത്ത് എപ്പോഴും ദോശ നമ്മൾ സവാള ഇട്ടിട്ട് കുട്ടി ദോശയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ കുറേ നാളായി മസാല ദോശ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഉരുളക്കിഴങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്, മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നമുക്ക് സാമ്പാർ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. എങ്കിലും കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂടോടുകൂടി നല്ല ക്രിസ്പി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ദോശയൊക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ എടുക്കാനാണ് കേട്ടോ ഇഷ്ടം. എന്താ പറയുക, നല്ലൊരു ക്രിസ്പി ആയിട്ട് കഴിക്കാനാണല്ലോ നല്ല ടേസ്റ്റ്. അപ്പം മിക്കപ്പോഴും ഞാനിങ്ങനെ കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോഴായിരിക്കും ഉണ്ടാക്കാൻ നിൽക്കുക. അപ്പോൾ ഈ ഒരു 2 പാൻ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും. എനിക്കും അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിനൊക്കെ അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പം ഞാൻ നല്ല ക്രിസ്പി ഫോമിലാക്കി വലിയ കാര്യത്തിന് കൊണ്ടുപോയപ്പോഴേക്കും ഹസ്ബൻഡ് അവിടെ ഇല്ല. ഹസ്ബൻഡ് പുറത്ത്, ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേസ്റ്റായി, നല്ല ചൂടോടുകൂടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാനും ആലിമും കൂടി കഴിച്ചു. ഹസ്ബൻഡ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചപ്പോൾ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.